ഇവിടയിൽ കുറേ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഈ ഇറാനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇറാനിൽ ഏതാണ്ട് 11,000 സ്ഥലങ്ങളിലാണ് 9-ാം തീയതി പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അതേപോലെ 10-ാം തീയതി 6,500 സ്ഥലങ്ങളിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതെല്ലാം തന്നെ കണ്ടിട്ട് ഇറാനിയൻ ഗവൺമെൻറ് ശരിക്കും IRGC ഭരണകൂടം ശരിക്കും തകർന്നടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇന്നലെ മസൂദ് പെസസ്ക്യാൻ, ഇറാൻ്റെ പ്രസിഡന്റ്, തുറന്നു പറയുകയാണ്, അതായത് ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഈ പ്രതിഷേധം നിർത്തണം. കാരണം രാജ്യം ആ നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ മുന്നിൽ ചോദിക്കുക എന്നുള്ളതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ ഇറാനിയൻ ഭരണകൂടത്തിന് ചെയ്യാനില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം മസൂദ് പെസസ്ക്യാൻ ഒരു യുവാക്കളുടെ ഇടയിൽ ഇച്ചിരി ആദരവുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ റൈസ പെലവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആ സപ്പോർട്ട്, അതായത് റൈസ പെലവിയുടെ ഷാ ഭരണകൂടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ ശരിക്കും നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു അവസരം മുതലാക്കി ഈ IRGC ഭരണകൂടത്തിനെ വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും തുടരുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് പെസസ്ക്യാൻ ഉപയോഗിച്ചത് നല്ലൊരു ടാക്ടിക്സ് ആണ്. പക്ഷേ അതിൽ ഒരു പരിധി വരെ മീൻസ് ഒരു 30% പ്രതിഷേധക്കാരെ ഈ പ്രതിഷേധിക്കുന്നതിൽ നിന്നും പിൻവാങ്ങാൻ വഴിയൊരുക്കിയിട്ടുണ്ട് പെസസ്ക്യാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ യുകെയിലുള്ള ഇറാനിയൻ എംബസിയിൽ യുകെയിലുള്ള ഈ ഷാ ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ, ഈ പ്രതിഷേധത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ, പൊതുവേ ഇറാനിൽ നിന്നും പുറത്തു പോയി താമസിക്കുന്ന പരമാവധി ആൾക്കാർ ഈ IRGC റെജീമിനെതിരാണ്. ഏറ്റവും കൂടുതൽ ഫ്രീഡം, അതാണ് അവർ പ്രാഥമികമായിട്ട് മുൻഗണന കൊടുക്കുന്നത് ഫ്രീഡത്തിനാണ്. ഈ ഫ്രീഡം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇറാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്നലെ കൂടി ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് ഒന്നുകൂടി വെക്കാം. ഒരു പെങ്കൊച്ച് പർദ്ദയൊക്കെ മാറ്റിയിട്ട് സാധാരണ കാഷ്വൽ ഡ്രസ്സിൽ ആയത്തുള്ള ഖമനയുടെ ഒരു ഫോട്ടോ കത്തിച്ചുകൊണ്ട് അതിൽ നിന്നും സിഗരറ്റ് കത്തിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അത് വല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, സ്വാതന്ത്ര്യം, അതാണ് പറയുന്ന മെസ്സേജ്. വളരെ വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജാണ്. ഈ മതഭരണകൂടത്തിൻ്റെ കെട്ടുപാടുകൾ, ബന്ധനങ്ങൾ, അത് നമുക്ക് ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പുതിയ തലമുറയ്ക്കുള്ളത്. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് മാത്രം, അതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് മാത്രം ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അത് അത്രമാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഞാൻ ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. തെഹ്റാൻ കോളേജിൽ ഒരു യുവതി 2 പീസ് മാത്രം ഇട്ടുകൊണ്ട് ആ കോളേജിന്റെ മുന്നിൽ തന്നെ പ്രതിഷേധിച്ച വീഡിയോ തരംഗമായതാണ്. ഇതേപോലെയുള്ള പ്രവൃത്തികൾ ഇറാന്റെ ഉള്ളിൽ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇങ്ങനെ ആളിക്കത്തുന്നത്, പ്രത്യേകിച്ചും യുവാക്കൾ എന്തുകൊണ്ടാണ് തെരുവിലിറങ്ങുന്നത് പറഞ്ഞാൽ ഇതാണ് അതിന്റെ പ്രശ്നം. സ്വാതന്ത്ര്യം, അതാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ലോകമെമ്പാടുമുള്ള ഇറാനിയൻസ് ശരിക്കും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി പ്രതിഷേധം ശക്തമായ രീതിയിൽ തുടരുകയാണ്. അത് ഇറാന്റെ ഉള്ളിലല്ല, ഇറാന് പുറത്ത് ജർമ്മനിയിൽ ഇത് പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. UK, അമേരിക്ക, പല രാജ്യങ്ങളിലും പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ പ്രതിഷേധങ്ങളാണ് ഞാനിവിടെ. യുകെയിലുള്ള ഇറാനിയൻ എംബസിയിൽ കാണിച്ചത് ഇറാന്റെ നിലവിലെ IRGC ഭരണകൂടത്തിന്റെ ആ ഒരു ട്രൈകളർ ഫ്ലാഗ് എടുത്ത് മാറ്റിയിട്ട് നടുക്ക് സിംഹത്തിന്റെ സിംബലുള്ള ആ ഒരു ബാബിലോണിയൻ ലയൺ, ആ ഒരു സിംബലുള്ള ഒരു ഫ്ലാഗാണ് കൃത്യമായിട്ട് കൊണ്ടുവരിക. അതായത് ഈ റൈസ പെലവിയുടെ ഷാ ഭരണകൂടത്തിന്റെ ഫ്ലാഗാണ് ഇവർ കൊണ്ട് അവിടെ സ്ഥാപിച്ചത്. ഇതെല്ലാം തന്നെ പല രീതിയിലും സിംബോളിക് ആയിട്ട് ഷാ ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന നിലപാടുകളാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
അപ്പൊ എന്തായാലും ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആയത്തുൽ അലി ഖമനേയി എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ വേറൊരു മാർഗവും ഇല്ല എന്നുണ്ടെങ്കിൽ IRGC ഭരണകൂടം ഇസ്രായേലിനെതിരെ മിസൈൽ തൊടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ്, ഒരു കരുതൽ ഇസ്രായേലിന്റെ പക്കലുണ്ട്. അപ്പോൾ എന്തായാലും അതിനെ തുടർന്ന് ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആയത്തുൽ ഖമനേയി നിങ്ങൾ ഒരു വാക്ക് പറയൂ, ഞങ്ങൾ ഇസ്രായേലിനെതിരെ മിസൈൽ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹൂത്തി ഭരണകൂടം. അപ്പോൾ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ മിസൈൽ തൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് വീണ്ടും. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഹൂത്തികൾ മാസക്കണക്കിന് വർഷക്കണക്കിന് മിസൈൽ തൊടുത്തിട്ട് ഏതാണ്ട് 1-2 പ്രാവശ്യം കണ്ടാണ് അത് ഇസ്രായേലിന്റെ ഉള്ളിൽ പതിച്ചിട്ടുള്ളത്. കാരണം അത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഈ ഹൂത്തികളൊന്നും മിസൈൽ വിട്ട് ഈ വിജയിക്കാൻ പറ്റില്ല. അതാണ് മെയിനായിട്ട്. ഒരു ഇറാന് തന്നെ അത് കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ മിസൈൽ വിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ ഈ മിസൈലിനെ കണ്ടെത്താനും അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനും ഇസ്രായേലിന് സാധിക്കും. അതാണ് ഇതിന്റെ ഒരു പരാജയം. അപ്പോൾ ഹൂത്തികളൊക്കെ അതിൽ ഒരു രീതിയിലും വിജയിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ തന്നെയാണ് ഹൂത്തികൾ വീണ്ടും പറയുന്നത് ഞങ്ങൾ മിസൈൽ കൊടുക്കട്ടെ ഇസ്രായേലിലേക്ക് എന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന ഫൂട്ടേജസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ ഇന്നലെ നടന്ന പ്രതിഷേധങ്ങളുടെ ഒരു കമ്പൈലേഷനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 3000-ലധികം ആൾക്കാർ ഇതുവരെ കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് മരണനിരക്ക് ഇനിയും ഉയരുമെന്നാണ് കേൾക്കുന്നത്. ഇനി നമ്മൾ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രീൻലാൻഡിന് പ്ലാൻ എ, പ്ലാൻ ബി, അമേരിക്ക 2 പ്ലാനാണ് വെച്ചിരിക്കുന്നത്. പ്ലാൻ എ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കുമായിട്ട് പോയി സമാധാനമായിട്ടൊന്ന് ചർച്ച നടത്തുക. ഇനി അവർ ചർച്ചയ്ക്ക് കൂട്ടാകുന്നില്ല, അല്ലെങ്കിൽ പറയുന്ന വിഷയങ്ങളിലേക്ക് യാതൊരുവിധ താല്പര്യവും കാണിക്കുന്നില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ഗ്രീൻലാൻഡിന് മിലിറ്ററി ഓപ്പറേഷൻ. ഇപ്പം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻലാൻഡിലുള്ള ജനങ്ങൾക്ക് പൊതുവിൽ അമേരിക്കയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു വാർത്ത, ഒരു പ്രൊപ്പഗണ്ട ഇപ്പം അടിച്ചിറക്കാണ്. ഗ്രീൻലാൻഡ് ജനങ്ങൾക്ക് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് താല്പര്യം. നിങ്ങൾ നോക്കൂ, ഗ്രീൻലാൻഡും അമേരിക്കയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതേപോലെ ഗ്രീൻലാൻഡും ഡെൻമാർക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് വളരെ ദൂരമാണ്. അപ്പോൾ എന്തായാലും അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും പ്രസിദ്ധീകരണങ്ങളൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും പത്രമാധ്യമങ്ങൾ പ്രൊപ്പഗണ്ട അടിച്ചിറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പണി സ്റ്റാർട്ടായി, അത് പണി തുടങ്ങി കഴിഞ്ഞു, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം വെനിസ്വലയുടെ ഉള്ളിൽ ഇന്നലെ ഒരു പ്രത്യേക ഒരു വിഷയം നടന്നു. ഇന്നലെ ഞായറാഴ്ചയാണ്. എന്നിട്ട് കൂടി അവിടെ ഓപ്പോസിറ്റ് പാർട്ടിയും അതേപോലെ ഈ ഭരണകക്ഷി റോഡ്രിഗസിന്റെ പാർട്ടിയും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് വെനിസ്വലയുടെ പാർലമെന്റ് എമർജൻസി ആയിട്ട് ഒരു മീറ്റിംഗ്. ഈ മീറ്റിംഗിൽ അവർ എന്താണ് ചെയ്തെന്ന് പറഞ്ഞാൽ അപലപിച്ചതാണ്. അതായത് അമേരിക്കയുടെ ട്രംപിന്റെ ഈ നിലപാടിനെ, വെനിസ്വലയ്ക്ക് മേളിൽ കടന്നു കയറി ഇങ്ങനെ ആക്രമണം നടത്തിയ ഈ നിലപാടിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് അവർ പുറപ്പെടുവിച്ചത്. ഇതിനെ തുടർന്ന് അവർ പറഞ്ഞു വെച്ചത് വേറെ ഒന്നുമല്ല, ശരിക്കും അമേരിക്ക കാണിച്ചത് ഒരു തീവ്രവാദപരമായിട്ടുള്ള ഒരു നടപടിയാണ്. ശരിക്കും ഒരു സോവറിൻ സ്റ്റേറ്റിന്റെ മേളിൽ അവർ കാണിച്ച തീവ്രവാദ നടപടി എന്ന് തന്നെയാണ് വെനിസ്വലൻ പാർലമെന്റ് ഇതിനെ അപലപിച്ചിരിക്കുന്നത്. ഇതിന് അമേരിക്ക വെനിസ്വല എടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ക്യൂബൻ സെക്യൂരിറ്റി ആണല്ലോ നിങ്ങളിപ്പം ഇത്രയും നാളും വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ക്യൂബൻ സെക്യൂരിറ്റി നിങ്ങൾക്ക് അത്ര ട്രസ്റ്റ് വർത്തിയല്ല, അത് പോരാ, നിങ്ങൾക്ക് സെക്യൂരിറ്റി ഞങ്ങൾ തരാം. ആര്? അമേരിക്ക കൊടുക്കും. ഈ ക്യൂബൻ സെക്യൂരിറ്റിയൊക്കെ നിങ്ങൾ പറഞ്ഞയച്ചോളൂ. പിന്നെ ക്യൂബയ്ക്ക് ഇനി ഒരു രീതിയിലുള്ള എണ്ണ കച്ചവടം പാടില്ല ക്യൂബയുമായിട്ട്. അതായത് വെനിസ്വലയുടെ എണ്ണ ഇനി ഒരിക്കലും ക്യൂബയിലോട്ട് പോകാൻ പാടില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ വെനിസ്വലയിൽ ഭരണകക്ഷിയും ഓപ്പോസിറ്റ് പാർട്ടിയും രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു ചെറിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് വെനിസ്വലയുടെ ഉള്ളിലുള്ള അമേരിക്കൻ പൗരന്മാരെല്ലാം തന്നെ വെനിസ്വല വിടണം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അമേരിക്ക. അതൊരു നോട്ടീസാണ്. അപ്പോൾ അതായത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന റോഡ്രിഗസ് ഭരണകൂടത്തിന് ഒരു താക്കീത്, അങ്ങനെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഏത് വിധേനയും വെനിസ്വലയുടെ എണ്ണ കയ്യിൽ വരണം, അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് അമേരിക്ക നടത്തുന്നത്. വെനിസ്വലയാണെങ്കിൽ ഒരു 50-50 മാനസികാവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് ബാരൽ എണ്ണ അമേരിക്ക ത്രൂ കച്ചവടം ചെയ്യണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് വെനിസ്വലയുമായിട്ട്. പക്ഷേ ഇതിന്റെ പൈസ ശരിക്കും ജനക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അമേരിക്ക സ്പെൻഡ് ചെയ്യും, കറക്റ്റ് അക്കൗണ്ടബിലിറ്റി നോക്കി സ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് വെനിസ്വലയുടെ നിലവിലുള്ള ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് കൊടുക്കണം. അതായത് ഞങ്ങൾക്ക് ഇന്ന ഏരിയയിൽ ഇന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത്ര രൂപയുടെ ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് അമേരിക്ക സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ട് ഓക്കെ അത് വെരിഫൈ ചെയ്ത് ഈ ഫണ്ട് അത് ബാങ്ക് ലോൺ കൊടുക്കുന്ന കണക്ക് അമേരിക്ക പൈസ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതിനാണ് ഇപ്പം ഈ ഒരു വിഷയത്തിനെ ചൊല്ലിയാണ് ഇപ്പം ഈ മിസസ് റോഡ്രിഗസ് ഭരണകൂടം, വെനിസ്വലയുടെ നിലവിലെ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ ഇവിടെയാണ് തെറ്റുന്നത്. കാരണം വെനിസ്വല പറയുന്നത് മണി അത് ഞങ്ങൾ കൺട്രോൾ ചെയ്യും, അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല, ഇതാണ് വെനിസ്വല പറയുന്നത്. പക്ഷേ ഇത് കേൾക്കാൻ അമേരിക്ക കൂട്ടാക്കുന്നില്ല. അതായത് ഞാൻ പറയുന്നത് കേൾക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കയറി അടിക്കും, രണ്ടാമതും അടിക്കും, മൂന്നാമതും അടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്ക. അപ്പോൾ ഇതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ ഇതുവരെ വെനിസ്വലയും അമേരിക്കയും തമ്മിൽ ഒരു പാച്ചപ്പിൽ എത്തിയിട്ടില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണം, ഞാനിവിടെ വെച്ചിരിക്കുന്ന മാപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇറാനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അമേരിക്കൻ എയർ ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ എത്രയാണോ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഇത്രയും എയർ ബേസുകൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും എയർ ബേസുകളെയും ഇറാൻ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം, ഇല്ലാന്നില്ല.
ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും എയർ ബേസുകൾ അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള എയർ ബേസുകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു 6-7 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എയർ ബേസുകളിൽ നിന്ന് വേണം അമേരിക്ക ഇറാനെ അഥവാ ഇമീഡിയറ്റ് ആയിട്ട് ആക്രമിക്കുന്നു എങ്കിൽ ഒരു നടപടിക്രമം ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം അമേരിക്കയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ കുറേ ടൈം എടുക്കും. ഇറാൻ ആണെങ്കിൽ വളരെ അത്യാവശ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇന്നോ നാളെയോ മറ്റും ആരെങ്കിലും ഒരു ബോംബ് ഇറാന്റെ മേളിൽ കൊണ്ടിട്ടാൽ ഇറാൻ അത്ര സന്തോഷം. കാരണം ഒരു യുദ്ധം തുടങ്ങാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇറാന്റെ IRGC ഭരണകൂടം. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ട് അവർ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് അവരുടെ പാർലമെന്റിൽ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റിൽ കൃത്യമായിട്ട് അവർ പറയുകയാണ് സ്റ്റേറ്റ്മെന്റ്, ഇസ്രായേലിനെ ആയിരിക്കും ആദ്യം അറ്റാക്ക് നടത്തുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫർദറായിട്ട് അമേരിക്കൻ ബേസുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഇറാൻ ഒരു കോമഡിയും കൂടെ പറയുന്നുണ്ട്. ഐസൈസുകാരാണ് ഈ മോസ്കുകൾ കത്തിച്ചത്, ഇറാന്റെ ഉള്ളിലുള്ള പള്ളികൾ കത്തിച്ചത് ഐസൈസ് ഭീകരരുടെ പണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എവിടെയൊക്കെ ഐസിസ് ഉണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തും ഐസിസ്. ഇപ്പം ശരിക്കും ഈ ഭീകരവാദികളെല്ലാം ഇപ്പം അടിക്കുന്നവനും അടി വാങ്ങുന്നവനും അടി കൊടുക്കുന്നവനും എല്ലാം ഐസിസ്. അപ്പോൾ ഇറാൻ പറയുന്നത് ഐസിസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ് എന്നുള്ള ആരോപണമാണ് ഇറാൻ ഇപ്പോൾ ഉയർത്തുന്നത്. ഇനിയിപ്പോൾ നേരെ മറിച്ച് നോക്കി കഴിഞ്ഞാൽ ഐസിസിന്റെ മേളിൽ ഇന്നലെ അമേരിക്ക 35 ടാർഗറ്റുകൾ, എവിടെയെന്ന് പറഞ്ഞാൽ സിറിയയിൽ അലെപ്പോയിൽ പാൽമിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് 35 ഏരിയ ടാർഗറ്റ് ചെയ്ത് അമേരിക്ക ഇന്നലെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഐസിസ് ഭീകരരുടെ താവളങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വീഡിയോയും അവർ അൺക്ലാസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഫുട്ടേജും അവർ പുറത്തിറക്കിയിട്ടുണ്ട് അമേരിക്ക. പക്ഷേ എന്നാലും മൈനോറിറ്റികൾക്കെതിരെയുള്ള കൊലപാതകങ്ങൾക്ക് യാതൊരുവിധ കുറവും വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ സിറിയയുടെ ഉള്ളിൽ ഇനിയിപ്പോൾ നമ്മൾ കാസ്പിയൻ കടലിന്റെ ഉള്ളിൽ ലൂക്കോയിലിന്റെ ഒരു എണ്ണക്കിണറുണ്ട്. ആ എണ്ണക്കിണർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഉക്രൈൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഉക്രൈൻ അതിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഫുട്ടേജും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഉക്രൈൻ അങ്ങോട്ട് അടിക്കുന്നില്ല എന്നുള്ളതല്ല, റഷ്യ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഉക്രൈനും അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ യുദ്ധം ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായ ഒരു ഡെവലപ്മെന്റ്, ലൂക്കോയിൽ എന്ന് പറഞ്ഞ റഷ്യൻ ഓയിൽ കമ്പനിയുടെ ഒരു ഓയിൽ കടലിൽ നിന്നും ഡ്രിൽ ചെയ്തെടുക്കുന്ന കാസ്പിയൻ കടലിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഓയിൽ വെല്ലിനെ ഉക്രൈൻ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ഡ്രോൺ അറ്റാക്കാണ് അവിടെ നടത്തിയത്. അപ്പോൾ അതായത് ആ ഓയിൽ വെൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അതിപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നടന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.